നമസ്കാരം. 18ാമത് ലോക്സഭയിലെ സ്പീക്കറെ തീരുമാനിക്കാനുള്ള NDAയുടെ നിർണായക യോഗം ഇന്ന് നടന്നിരിക്കുന്നു. വൈകിട്ട് 5 മണിക്കായിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ യോഗം ചേർന്നത്. അടുത്ത ആഴ്ചയോടുകൂടി സ്പീക്കർ ആരാവുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മാസം 24-ാം തീയതി ലോക്സഭയുടെ പ്രത്യേക സമ്മേളനത്തിന് തുടക്കമാകും. ഇന്ന് നടന്ന യോഗത്തിൽ നിലവിലെ പാർലമെന്റ് സ്പീക്കർ ഓം ബിർളയും ഡെപ്യൂട്ടി സ്പീക്കറും ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. മുതിർന്ന മന്ത്രിമാരുടെ സാന്നിധ്യവും യോഗത്തിൽ ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, അശ്വിനി വൈഷ്ണവ്, കിരൺ റിജിജു, രാംമോഹൻ നായിഡു, ചിരാഗ് പാസ്വാൻ എന്നിവരും യോഗത്തിന്റെ ഭാഗമായിരുന്നു. രാജ്നാഥ് സിംഗിന്റെ വീട്ടിൽ യോഗം ചേരുന്നതിന് മുന്നോടിയായി തന്നെ ഓം ബിർളയുടെ വസതിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതിനോടൊപ്പം തന്നെ JP നദ്ദ എന്നിവർ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തീരുമാനിക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത് നിലവിൽ രാജ്നാഥ് സിംഗിനാണ്. അതേസമയം തന്നെ ഈ മാസം 26-ാം തീയതി സ്പീക്കർ സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശം ചെയ്യും. അന്നേ ദിവസം നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷമാകും ലോക്സഭയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. ഇതിനിടെ സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യാനാണ് ഇന്ത്യ മുന്നണിയുടെയും തീരുമാനം. സാധാരണഗതിയിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് ഭരണകക്ഷിയിലുള്ള അംഗവും ഡെപ്യൂട്ടി സ്പീക്കറായി പ്രതിപക്ഷത്തുള്ള അംഗവുമാണ് എത്തുക. എന്നാൽ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകേണ്ട എന്ന് തന്നെയാണ് ഭരണകക്ഷി തീരുമാനിച്ചിരിക്കുന്നത്. നിർണായകമായ ഒരു സ്ഥാനമാണ് ഈ സ്പീക്കർ പദവി എന്നുള്ളത്. അതിനുവേണ്ടി NDAയിലെ സഖ്യകക്ഷികൾ ചരട് വലിക്കുന്നു എന്നതടക്കമുള്ള വാർത്തകൾ ഇതിനു മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആരായിരിക്കും 18ാമത് ലോക്സഭയുടെ സ്പീക്കർ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാകും. ന്യൂസ് ഡെസ്ക് ഈസിന്റെ മലയാളം.